ഈ ഒരു ചാനലിൽ ഇയാൾ വന്നിരുന്ന് ഈ പറയുന്നത് ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രവാസികളും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ ഒന്ന് കാണണം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് പറയാനുണ്ട്. ആളുകൾ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ പഴയതുപോലെ ഈ പൊന്നും പണവും വാരിക്കൊണ്ടുവരാനൊന്നും അല്ലല്ലോ പോകുന്നത്. കേരളത്തിലെ തൊഴിലില്ലായ്മ, രാജ്യത്തെ തൊഴിലില്ലായ്മ, വളരെ സാധാരണമായ ജോലിക്ക് വേണ്ടിയിട്ടാണ് ഇവിടുന്ന് ആളുകൾ പോകുന്നത്. വളരെ മോശപ്പെട്ട സാഹചര്യത്തിലാണ് ഇവരെയൊക്കെ അവിടെ താമസിപ്പിച്ചിരിക്കുന്ന കാര്യത്തിലൊരു സംശയം വേണ്ട. ഇത് കേട്ട് കഴിയുമ്പോൾ രണ്ട് വാക്ക് ഒരു പ്രവാസിയായ നിലയ്ക്ക് ഞാൻ പറഞ്ഞില്ലെങ്കിൽ എന്നെ വല്ലാതെ എൻ്റെ മാനസികമായിട്ട് എന്നെ വല്ലാതെ വിഷമം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. ഈ മാന്യനോട്ടിരുന്ന് പറയുന്നുണ്ടല്ലോ, നാട്ടിലെ സാഹചര്യങ്ങൾ കാരണം പല ആൾക്കാരും ചെറിയ ജോലി നേടി വിദേശ രാജ്യങ്ങളിൽ പോകുന്നു എന്ന്. ആ ഒരു ചെറിയ ജോലി പോലും നൽകാൻ പറ്റാത്ത ഒരു രാജ്യത്ത് നിന്നും പോയി മറ്റൊരു രാജ്യത്ത് ഇത്രയും പരിമിതമായ സാഹചര്യത്തിൽ ജീവിച്ചു പോരുന്ന ഒരാളെ പറ്റിയിട്ടാണ് ഇയാൾ ഇത് പറയുന്നത്. ഇവിടെ ആ ഒരു സാഹചര്യത്തിൽ ജീവിച്ചാലും അവർക്ക് അവരുടെ നാട്ടിലെ കാര്യങ്ങൾ നോക്കാൻ പറ്റുന്നുണ്ടെന്നാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ളൊരു സംഭവം. ഈ സ്റ്റുഡിയോ ചൈൽഡ് കുത്തിയിരിക്കുന്ന ഈ പ്രിയ വ്യക്തി പറയുന്നു, ഞാൻ ഷാർജ എയർപോർട്ടിൽ പോയി എന്ന്. ദുബായിലെ എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് കിട്ടാഞ്ഞിട്ടല്ല അയാൾ പോയത്. ഷാർജ എയർപോർട്ടിൽ നിന്ന് യാത്ര ചെയ്താൽ കുറച്ചും കൂടെ ഫീസ് കുറവുണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം ഈ പുള്ളി ഷാർജയ്ക്ക് വന്നത് തന്നെ. എന്നിട്ട് ഷാർജ എയർപോർട്ട് ബീഹാറിലുള്ള റെയിൽവേ സ്റ്റേഷനേക്കാളും മോശമാണെന്ന് പറയുക. ഇപ്പോൾ ഈ ദുബായിൽ നിന്ന് ഷാർജയിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്, ഷാർജ എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഈ ഷാർജയിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് കാണാം, ഈ ദുബായ് വളരെ മനോഹരമായി കെട്ടിയുയർത്തപ്പെട്ടൊരു സിറ്റിയാണ്, യാതൊരു സംശയമില്ല. പക്ഷേ അവിടെ പണിയെടുക്കുന്ന മുഴുവൻ ആളുകളും താമസിക്കുന്നത് ഈ ഷാർജ ഭാഗത്താണ്. ആ ഭാഗത്തെ കൂടി സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഇടുക്കിയിലൊക്കെ കാണുന്ന പോലെ ലയങ്ങളില്ലേ, ഈ അതേപോലത്തെ ക്യാമ്പുകളാണ് നമുക്ക് ദൂരെ നിന്ന് കാണാൻ കഴിയും. ഇപ്പോൾ ചാനലിൽ വന്നിരുന്ന് എന്തും അങ്ങ് പറയാമെന്നാണ് ഓരോരുത്തരുടെ വിചാരം. അവർക്ക് സ്വന്തമായിട്ടൊരു ചാനലും അതിനകത്ത് വർക്ക് ചെയ്യുന്ന ഒരുത്തനുണ്ട്, ഒരു വഴക്കമില്ലാത്തൊരു നാക്കും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവനൊക്കെ എന്തും വിളിച്ച് പറയാമെന്നാണ് ഇവൻ്റെയൊക്കെ വിചാരം. ഷാർജയിലുള്ള ലേബർ ക്യാമ്പുകൾ ഈ ലയങ്ങളോട് സാമ്യപ്പെടുത്തി ഇവൻ പറയാൻ ഇവന് തലയ്ക്ക് വിവരം വല്ലതും ഉണ്ടോ? വെള്ളിയാഴ്ച വല്ലതും ഉണ്ടോ അവന്? ഇപ്പം ഏത് നാട്ടുകാരനാണ്? അതുപോലുള്ള സിനിമയ്ക്കകത്തൊക്കെ നമുക്ക് അതിനകത്ത് ജീവിതം കാണിക്കുന്നുണ്ടല്ലോ. ഇപ്പോഴൊരു ഒരു മാറ്റവും ഇല്ല എന്ന് മാത്രം. നിങ്ങൾ ഷാർജ എയർപോർട്ടിൽ പോയി നോക്കിയാൽ അത് വളരെ മോശപ്പെട്ടൊരു എയർപോർട്ട് പോലുമാണ്, ഒരു കാറ്റൽ ക്ലാസ് എയർപോർട്ടാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ഫ്ലൈറ്റ് വൈകിട്ട് അവിടെ കുറേ സമയം നിൽക്കേണ്ടി വന്നു. അങ്ങനെ വരട്ടെ കാര്യങ്ങൾ. ഫ്ലൈറ്റ് വൈകിട്ട് അവിടെ നിൽക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവൻ ഏത് ഫ്ലൈറ്റിലാണ് യാത്ര ചെയ്യുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവൻ എന്തുകൊണ്ടാണ് ആ ഫ്ലൈറ്റ് എടുത്തത്? കുറഞ്ഞ റേറ്റിൽ പോകാൻ പറ്റുന്നതുകൊണ്ട് മാത്രമാണ് അവൻ ഫ്ലൈറ്റ് എടുത്തത്. എന്നിട്ട് അവൻ ഇവിടെ വന്നിരുന്ന് പറയാം ഷാർജയിലെ ലേബർ ക്യാമ്പ് ലയങ്ങളാണ്, ഇതാണ് മറ്റേയാണ് മറിച്ചാണെന്ന്. എനിക്ക് തോന്നുന്നത് ഈ ഉത്തർപ്രദേശിലും ബീഹാറിലും ഒക്കെ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ പെട്ടുപോയാലുണ്ടാകുന്ന ഒരു അവസ്ഥ പോലെയാണ് അതിനകത്തെ ഈ ആൾക്കൂട്ടം എന്നൊക്കെ പറയുന്നത്. സത്യമായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. എടാ മണ്ട, ഇത്ര ആൾക്കാർ ആ എയർപോർട്ട് യൂസ് ചെയ്യണമെങ്കിൽ ആ എയർപോർട്ട് എത്ര യൂസർ ഫ്രണ്ട്ലി ആണെന്ന് നീ ഒന്ന് ആലോചിച്ചു. ഈ പറയുന്ന നീ പോലും അവിടെ നിന്നല്ലേ ഫ്ലൈറ്റ് കയറി, എന്നിട്ട് നീ ഇവിടെ വന്നിരുന്ന് പറയാം അത് ബീഹാറിലെ മറ്റേടത്തെ റെയിൽവേ സ്റ്റേഷൻ പോലെ. നിന്നെയൊക്കെ ആരടാ? എനിക്ക് തോന്നുന്നത് ഈ ഉത്തർപ്രദേശിലും ബീഹാറിലും ഒക്കെ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ പെട്ടുപോയാലുണ്ടാകുന്ന ഒരു അവസ്ഥ പോലെയാണ് അതിനകത്തെ ഈ ആൾക്കൂട്ടം എന്നൊക്കെ പറയുന്നത്.